വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്ത, ചൂരൽമല പടവെട്ടിക്കുന്നിലേക്ക് പോകുന്ന സ്കൂൾ റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ നാട്ടുകാർ തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ കനത്ത മഴയിൽ റോഡിൽ വെള്ളം കയറിയിരുന്നു. സൂരജ് സജീവ വിവരങ്ങളുമായി. സൂരജ്, എന്താണ് സംഭവിക്കുന്നത്? സുർജിത്ത് അയ്യപ്പത്താണ്. സുർജിത്ത്, എന്താണ് സംഭവിക്കുന്നത്? അനുജ, ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പടവെട്ടിക്കുന്നിലേക്കുള്ള റോഡാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം. ഈ റോഡ് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ കുത്തിയൊലിച്ച് ഒഴുകിപ്പോയൊരവസ്ഥയാണ് ഉണ്ടായത്. ഇവർക്കൂടെ സഞ്ചാരയോഗ്യമല്ലാത്ത സ്ഥിതിയാണുള്ളത്. നിലവിൽ പടവെട്ടിക്കുന്ന് സ്വദേശികളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഗോ സോൺ എന്നുള്ള രീതിയിലാണ് ആ സ്ഥലത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർ നേരത്തെ പ്രതിഷേധം ഉന്നയിച്ചതാണ്, തങ്ങളെയും ഈ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന്. ഇവിടേക്കുള്ള റോഡ് ശരിയാക്കുന്നതിൻ്റെ ഭാഗമായാണ് JCB രാവിലെ തന്നെ എത്തിച്ച് റോഡ് ശരിയാക്കുന്ന പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തങ്ങൾക്ക് റോഡല്ല വേണ്ടത്, തങ്ങൾക്ക് വേണ്ടത് സുരക്ഷിതമായ രീതിയിലുള്ള ഒരു പാർപ്പിട സംവിധാനമാണ് വേണ്ടത്. അതിനാൽ തന്നെ ഈ റോഡ് ഒരു തരത്തിലും അത് നേരെയാക്കണ്ട എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശമാണ് ഇവർ നൽകിയത്. അതായത് ഒരു തരത്തിലും ഈ റോഡ് ശരിയാക്കേണ്ടതില്ല. തങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ റോഡ്, അതായത് ഈ റോഡ് പുനർനിർമ്മാണമല്ല, അത് മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വേണ്ടത് അർഹമായ പുനരധിവാസ നടപടികളാണ്. അതാണ് വേണ്ടതെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പടവെട്ടിക്കുന്ന് മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഈ പ്രതിഷേധത്തിന് കാരണം? ഞങ്ങൾ ഒറ്റ വാക്ക് പറഞ്ഞാൽ ഈ ചത്ത ശവത്തെ മാന്തി തിന്നാന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. ചത്ത ശവത്തെ മാന്തി കഴിക്കുക. ഇന്നലെ കഴിഞ്ഞ മാസമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 58 ലക്ഷത്തെ മുടക്കിയിട്ട് ഈ റോഡ് നന്നാക്കിയത്. കഴിഞ്ഞ മെയിൽ വന്ന മഴയ്ക്ക്, ഇന്നലത്തെ മഴയ്ക്ക് ഈ റോഡ് പോയി. വീണ്ടും ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ ആരതോ സ്വാർത്ഥ താല്പര്യപ്രകാരം വലിയ JCB കൊണ്ട് ഇവിടെ പണി തുടങ്ങി. ആർക്ക് വേണ്ടി? ഇത് നോഗോ സോണാ, ഇത് മത്തായിൻ്റെ അതുപോലെ നോഗോ സോണാ. ഇവിടെയൊക്കെ ഞങ്ങളെ ബാക്കിയുള്ളവരെ ബോഡി ഇന്നും കിട്ടാൻ കിടക്കുക. അവിടെ വന്നിട്ടാണ് മാന്തുന്നത്. ഇവിടെ ഒരു 10-27 കുടുംബം പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. എന്നിട്ട് ഞങ്ങളുടെ നെഞ്ചിലൂടെ കയറ്റിയിട്ടാണ് ഇവരിത് കൊണ്ടുപോകുന്നത്. ഇത് ഞങ്ങളുടെ കാര്യത്തിൽ, ഞങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഈ സ്കൂൾ റോഡ് പടവെട്ടിക്കുന്നിലെ ബാക്കി വന്ന വീടുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അന്തിമ തീരുമാനം വന്നതിന് ശേഷം മതി ഇവിടെ റോഡ്. അതന്നെ ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ കുറച്ച് എസ്റ്റേറ്റുകളും റിസോർട്ടുകളും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് ഈ ഉദ്യോഗസ്ഥർ കീഴടങ്ങി. എന്നിട്ട് വലിയൊരു JCB 24 അവരോട് വെയിറ്റ് ചെയ്യുക. ഏത് മഴക്കാർ റോഡ് പോകുന്ന അപ്പോൾ വന്ന് ശരിയാക്കുക. എന്നിട്ട് കൊടുക്കുന്ന പൈസ ഗവൺമെൻറ് പൈസ ഏതാ? ഞങ്ങൾ ദുരന്തബാധിതർക്ക് കിട്ടിയ പൈസ കൊടുക്കുന്നത്. ഇനി ഈ കളി ഇവിടെ നടക്കൂല. ഇനി ഞങ്ങൾ ഇത് റോഡ് നന്നാക്കണമെങ്കിൽ JCB ഞങ്ങൾ നെഞ്ചത്തിന് മേലോടെ കയറ്റണം. ഇതാണ് ഞങ്ങളുടെ തീരുമാനം. നിങ്ങളിപ്പോൾ പ്രവൃത്തികൾ തടഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ പ്രവൃത്തി തടഞ്ഞിരിക്കണം, ശക്തമായിട്ട് തന്നെ തടഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു വണ്ടി നമ്മൾ കൊടുക്കാൻ സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? കാരണം നമ്മൾ അത്രയും 27 കുടുംബം അവിടെ ഒറ്റപ്പെട്ടിരിക്കുക. ഞങ്ങൾ ഇതുവരെ ഗവൺമെൻറ് ഇതുവരെ നമ്മൾ ലിസ്റ്റില്ല. അവർ കാരണങ്ങളുടെ കസാരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ഞങ്ങൾ ആദ്യം പേടിച്ച് ഇങ്ങനെ നിൽക്കണം. ഇത്രയും പറഞ്ഞു, ഇപ്പോൾ 1 വർഷം ആവാനായി, അടുത്ത മാസത്തേക്ക് 1 വർഷമായി. ഞങ്ങൾക്ക് ഇതുവരെ ഒരു പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റിൽ ഒരു പേര് വന്നിട്ടില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അതിൻ്റെ മേലെ ഇവർക്ക് റോഡ് ഇട്ടിട്ട് ആർക്ക് പോകാൻ നിൽക്കാനാണ് ഇപ്പോൾ അവിടേക്ക്? അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക്. വണ്ടി ഇപ്പോൾ JCB തിരിച്ചുപോയി. JCB തിരിച്ചു വെച്ചാൽ ഞങ്ങളോടൊരു പണിയെടുക്കാനായിക്കില്ല. എവിടേക്ക് ഒരു വണ്ടി ഇനി പോകും വേണ്ട, കല്ല് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. അതന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ 27 വീട്ടുകാരെ കാര്യം ഗവൺമെൻറ് തീരുമാനിച്ചതിന് ശേഷം ഇങ്ങോട്ട് എന്തും വിടുക. അതുവരെ വലിയ റോഡ് നന്നാക്കണ്ട, കല്ല് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, ഒരു വണ്ടി ഞങ്ങളാണ് കടത്തി വിടൂല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും ഇതാണ് ഇവർ പറയുന്ന കാര്യം. ഇവിടെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നമുക്കത് കാണാൻ പറ്റും, ഈ ദൃശ്യത്തിൽ തന്നെ കാണാൻ പറ്റും. കാരണം നിർമ്മാണ പ്രവൃത്തികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ. ഇത് പടവെട്ടിക്കുന്നിലേക്ക്, അതായത് വെള്ളാർമല സ്കൂളിൻ്റെ സമീപത്തുകൂടിയുള്ള റോഡ് നേരെ കടന്നു പോകുന്ന പടവെട്ടിക്കുന്നിലേക്കാണ്. അവിടെ 27 കുടുംബങ്ങൾ തങ്ങളെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. സ്വാഭാവികമായും അവിടെ അത് ഗോസോൺ പരിധിയാക്കി നിശ്ചയിച്ചിരിക്കുകയാണ് മത്തായി കമ്മീഷൻ. അതിൽ വലിയ പ്രതിഷേധമാണ് ഇവർക്കുള്ളത്. കാരണം അവിടെ പോകണമെങ്കിൽ നിലവിൽ റോഡില്ല. ആ റോഡ്, അതായത് ഈ മഴയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പോലും ഇത് കുത്തിയൊലിച്ച് ഈ റോഡിലൂടെ വെള്ളം ഒഴുകുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. അതിൽ വേഗത്തിൽ തന്നെ ഈ റോഡ് സജ്ജീകരിക്കുന്ന നടപടിയാണ് വേണ്ടത്. തങ്ങൾക്ക് റോഡല്ല, പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ആ ഒരു നടപടിയാണ് ഉണ്ടാകേണ്ടത്. അത്തരം നടപടികളിലേക്ക് കടക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പടവെട്ടിക്കുന്ന് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇങ്ങനെ റോഡ് നിർമ്മാണത്തിലേക്ക് നീക്കം നടത്തിയാൽ സ്വാഭാവികമായും പ്രതിഷേധം തുടരും എന്നുള്ളതാണ് ഇവർ പറയുന്ന വാദം. തങ്ങൾക്ക് വേണ്ടത് 27 കുടുംബങ്ങളെ ഈ ഗുണഭോക്തൃ ലിസ്റ്റിൽ, അതായത് ഈ സർക്കാരിൻ്റെ ടൗൺഷിപ്പിൻ്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ്. നേരത്തെ അത് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി സമരങ്ങൾ ഇവർ നടത്തിയതാണ്. പടവെട്ടിക്കുന്നിലെയും തൊട്ടപ്പുറത്തുള്ള റാട്ടപ്പാടി എന്ന് പറയുമ്പോൾ ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന, ഉരുളെടുത്തതിൻ്റെ ഏതാണ്ട് ഒരു 30 മീറ്റർ മാത്രം അകലെയാണ് ഉരുളെടുത്ത് പോയത്. ആ പ്രദേശമാണ് റാട്ടപ്പാടിയിലെ ആളുകളെയും പടവെട്ടിക്കുന്നിലെ ആളുകളെയും തീർച്ചയായും ലിസ്റ്റിൽ പരിഗണിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധം അറിയിച്ചത്.
ആ പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ JCB ഇവിടെ നിന്നും തിരിച്ചു പോയിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഇവർ തടയും എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനമാണ് ഈ നാട്ടുകാർ നടത്തിയിട്ടുള്ളത്. ശരി, ചൂരൽമല പടവെട്ടിക്കുന്നിലേക്ക് പോകുന്ന സ്കൂൾ റോഡിലെ നിർമ്മാണ പ്രവൃത്തിയാണ് നാട്ടുകാർ തടഞ്ഞത്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഉറപ്പ് ലഭിക്കാതെ ഇവിടെ റോഡ് നിർമ്മാണം അനുവദിക്കാൻ കഴിയില്ല, റോഡല്ല തങ്ങൾക്ക് ആവശ്യം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ കനത്ത മഴയിൽ ആ റോഡിൽ വെള്ളം കയറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്.